എൽ.ഡി.എഫ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം.പി. കെ.പി.സി.സി ആഹ്വാനപ്രകാരം മലപ്പുറം കളക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോടികൾ ധൂർത്ത് നടത്തിയുള്ള വാർഷികാഘോഷമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വിശുദ്ധ വേഷം നൽകുന്നതിന് വേണ്ടിയാണ് 14 ജില്ലകളിലും മന്ത്രിസഭാ വാർഷികവുമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതുപോലെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനും 19 മന്ത്രിമാരും കേരളത്തിൽ പര്യടനം നടത്തുകയുണ്ടായി. എന്ത് സംഭവിച്ചു? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം അവർ കൊണ്ടുപോയെങ്കിലും അവർ അവിടെ പരാജയപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാനായില്ല. ദയനീയമായ പരാജയത്തിലേക്കാണ് അവർ പോയത്. പരാജയത്തിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയുടെ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം, ഈ 4ാം വാർഷികത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനും കള്ളപ്രചരണങ്ങൾ നടത്തി അഴിമതിയെ മൂടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നു. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയ് അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്, സെക്രട്ടറിമാരായ കെ.പി.എ. മജീദ്, പി.ടി. അജയ് മോഹൻ, വി. ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.